നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പതിവ് വാർത്താ വിശകലന വീഡിയോയ്ക്ക് വേണ്ടി NDA സഖ്യത്തിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും നിലവിലത്തെ അവസ്ഥയെക്കുറിച്ചിട്ട് വാർത്താ മാധ്യമങ്ങളിൽ കൂടെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ആലോചിച്ചത്, എനിക്ക് രണ്ട് വീഡിയോസ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. അതിലൊന്ന് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷത്തിൻ്റെ ഒരു തികഞ്ഞ പരാജയമാണ്. ആ ഒരു വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. പല വാർത്താ മാധ്യമങ്ങളും പിണറായി വിജയൻ സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷത്തിൻ്റെ പരാജയത്തെക്കുറിച്ചിട്ട് അക്കമിട്ട് നിരത്തി വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മളും ഒന്ന് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തേത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ജയത്തെക്കുറിച്ചിട്ടാണ്. സുരേഷ് ഗോപിയുടെ ഒരു ജയം വാർത്തയാവുന്നു. കാരണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ജയത്തെക്കുറിച്ചിട്ട് ചിന്തിച്ചിരുന്നില്ല, അതിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ട് മുന്നേ കൂട്ടി ഒന്നും പറഞ്ഞിരുന്നില്ല, അവരറിഞ്ഞിരുന്നില്ല. കൈരളിയാണോ? ആണോ? അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് അവരതിനെക്കുറിച്ചിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. കേരളത്തിലെ ഒരു മാധ്യമ ഭൂരിപക്ഷം, ഞാനടക്കമുള്ള ആളുകൾ ഒരു ആൻറ്റി BJP ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ആളുകളാണ് എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പിണറായി വിജയൻ സഖാവിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തില്ല, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചില്ല. ആളുകൾ റെഡിയായിട്ട് നിൽക്കുകയാണ് മറ്റേ അന്തംകമ്മി ചാപ്പ അടിച്ചു തരാൻ വേണ്ടി. അന്തംകമ്മി ആയതുകൊണ്ടല്ല നമ്മൾ ആൻറ്റി BJP ചിന്താഗതി വെച്ചുകൊണ്ട് നടക്കുന്നത്. അത് ഈ ഒരു വർഗീയതയ്ക്ക് എതിരായിട്ടുള്ള നമ്മുടെ ഒരു നിലപാടാണ്. എല്ലാ ആളുകൾക്കും ആ ഒരു പക്ഷമുണ്ട്. അവർ ആ ഒരു പക്ഷം അവരുടെ എല്ലാ മേഖലകളിലും കാണിക്കും. ഏത് പക്ഷമുണ്ടെന്ന് പറഞ്ഞാലും നിലപാടുണ്ടെന്ന് പറഞ്ഞാലും നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ചിട്ടുള്ള വിശകലനങ്ങൾ സത്യസത്യമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം. അങ്ങനെയുള്ള ഒരു ധർമ്മം ഉള്ളതുകൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പിണറായി സഖാവിനെ നാളത്തേക്ക് മാറ്റിവെച്ചേക്കാം. പിണറായി സഖാവിൻ്റെ തോൽവിയുടെ കാരണങ്ങൾ കേരളത്തിലുള്ള ജനതയ്ക്ക് ഒരു വീഡിയോയിലൂടെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അത്യാവശ്യമൊന്നുമില്ല. എന്നാലും നമ്മളത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് സുരേഷ് ഗോപിയിലേക്ക് വരാം. ഒരിക്കലും നിങ്ങൾ മാൻഡേറ്റിനെ അവഹേളിക്കരുത്. അവഹേളിക്കലാണത്. കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇടതിലെന്താ മനുഷ്യരില്ല? ഇല്ലില്ല, ഒരിക്കലുമില്ല. ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളിൽ ഡെലിബറേഷൻസ് ഞാൻ കണ്ടതാണ്, കേട്ടതാണ്. നിൽക്ക് ഇടതും വലതും ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു മലിന പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അത് മറ്റ് 19 മണ്ഡലത്തിലും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഈ പറയുന്ന 19,000 ചില്ലുവാനും വാർഡുകളിലും കൗൺസിലുകളിലും ഇതിൻ്റെ അലയടി ഉണ്ടാവും. 2019 ലോക്സഭാ ഇലക്ഷനിൽ 28.19% വോട്ട് ഷെയർ ആണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. 2024 വരുന്ന സമയത്ത് അത് 37.8%. 2019 28.19% എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ ഒരു കോൺഫിഡൻസ്. ആ ഒരു കോൺഫിഡൻസ് BJP കേന്ദ്ര നേതൃത്വത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. 2019 മുതൽ അദ്ദേഹം സ്ഥിരമായി തൃശ്ശൂർ തമ്പടിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം മുരളീധരൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പെട്ടിയും എടുത്ത് തിരികെ പോകുന്നതിൻ്റെ ഒരു വീഡിയോ മാധ്യമങ്ങൾ കാണിച്ചത് സുരേഷ് ഗോപി 2019 മുതൽ അവിടെ നിന്നു എന്ന് തെളിയിക്കാനായിരിക്കാം. അദ്ദേഹം അങ്ങനെ പെട്ടിയെടുത്ത് തോൽവിക്ക് ശേഷം പോയില്ല. തോൽവി വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു 3 പടികളും വളരെയധികം സ്ട്രോങ് ആയിരുന്നു. 2019 വരുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ആളുകൾക്ക് സുരേഷ് BJP ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്, സുരേഷ് ഹിന്ദുത്വവാദിയൊന്നുമല്ല എന്നുള്ളൊരു തോന്നലുണ്ടായത്. സുരേഷിനെ കൂടെ നിർത്താൻ കേട്ടോ, സുരേഷ് കേന്ദ്രത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പിടിയാണ് എന്ന് തൃശ്ശൂർക്കാർക്ക് തോന്നിയത് എന്തുകൊണ്ടായിരിക്കും? തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് നേരിടേണ്ടത് 2 ശക്തരായിട്ടുള്ള നേതാക്കളെയായിരുന്നു. പക്ഷെ ആ ഒരു ശക്തരായിട്ടുള്ള നേതാക്കളുടെ ശക്തി ചോർന്നു പോയത് വോട്ട് സ്പ്ലിറ്റ് സംഭവിച്ച സമയത്താണ്. VS സുനിൽകുമാർ ജനകീയനാണ്, തൃശ്ശൂർക്കാരുടെ പൾസൊക്കെ അറിയാം. പക്ഷെ പാർട്ടി വോട്ടുകളിൽ പലതും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ചോർന്നുപോയി. കോൺഗ്രസിലെ മുരളീധരൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിലാണ് മുരളീധരൻ കോൺഗ്രസിൽ നിന്നിട്ട് തൃശ്ശൂരിൽ പ്ലേസ്ഡ് ആവുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് പത്മജയുടെ BJP പോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അദ്ദേഹത്തെ ശക്തനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാക്കി മാറ്റി. പത്മജ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് റിയലായിട്ട് നടക്കുന്നു, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് പത്മജ വേണുഗോപാലിന്റെ ഏട്ടനോടുള്ള ഒരു ചോദ്യം. തൃശ്ശൂരിൽ മുരളീധരനെ പരാജയപ്പെടുത്തിയതിൽ പ്രമുഖർ കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നുള്ളത് പത്മജ മാത്രമല്ല പറയുന്നത്, കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കളടക്കം ആ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കറായ KM മുരളീധരന്റെ ഗതി ഇതാണെങ്കിൽ സാധാ പ്രവർത്തകന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കണം. സാംസ്കാരിക തലസ്ഥാനത്ത് സംഘപരിവാറിന് നട തുറന്നു കൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ
TN പ്രതാപൻ അടങ്ങുന്ന നെക്സസിനാണ്. 2019 മുതൽ തൃശ്ശൂർ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം നേടിയെടുത്ത മറ്റൊരു വിശ്വാസമുണ്ട്. അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത മറ്റൊരു ഓഫറുണ്ട്. താൻ മോഡിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. സുരേഷ് ഗോപി മോഡിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് തൃശ്ശൂർക്കാർ നേരിട്ട് കണ്ട് അനുഭവിക്കുകയാണ്. ജനുവരി മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7ഓളം തവണയാണ് കേരളത്തിലേക്ക് മോഡിജി എത്തിയത്. അങ്ങനെ കേരളത്തിലേക്ക് 7ഓളം തവണ ഈ അടുത്ത സമയത്ത് എത്തിയിട്ടും അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റിയത് തൃശ്ശൂരാണ്. മോഡിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് കൈപിടിച്ച് കൊടുക്കുന്നത് വരെ മോഡിജിയാണ് എന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ മോഡിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ നിന്നുണ്ടാവുന്നത് നശിപ്പിച്ച് കളയണോ എന്ന് അവർ ചിന്തിച്ചതിനകത്ത് തെറ്റൊന്നും എനിക്ക് തോന്നിയില്ല. സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായ ന്യൂനപക്ഷ വോട്ടുകളെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അതിൽ പ്രബലർ ക്രിസ്ത്യൻ വിഭാഗം തന്നെയാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ക്രിസ്ത്യാനികൾക്ക്, തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾക്ക് സുരേഷ് ഗോപിയോട് ഒരു പ്രത്യേക സ്നേഹം? അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണുന്നതാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ആകുലതകൾ, ആവലാതികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്, അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചിട്ടാണ്. പൂഞ്ഞാറിൽ പള്ളിയിൽ അതിക്രമിച്ച് കയറി എന്ന് പറയുന്ന ഒരു കാര്യം, മണിപ്പൂരിലെ ഇഷ്യൂ, ആകെ മൊത്തം ക്രിസ്ത്യാനികൾക്കെതിരെ, ക്രിസ്ത്യൻ മിഷനറികൾക്കെതിരെ മതപരിവർത്തന നിയമത്തിൻ്റെ ആ ഒരു മറവിൽ നടക്കുന്ന ആക്രമണത്തിനെതിരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തൃശ്ശൂർ കേന്ദ്രീകരിച്ചിട്ട് ചർച്ചയാവുന്നുണ്ട്. ഈ ഒരു ചർച്ചയിൽ പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പോലും വന്നു. ഈ പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം വന്ന സമയത്ത് ഭരണപക്ഷം പാലസ്തീൻ ഐക്യദാർഢ്യം കൊടുത്ത സമയത്ത് അത് ഹമാസ് അനുകൂല നിലപാടായിട്ടുള്ള പ്രചാരണം വലതുപക്ഷ മാധ്യമങ്ങൾ കൊടുക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ചില മണ്ടത്തരങ്ങൾ ഇവിടെയുള്ള അണികളിൽ പല ആളുകളും പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മണിപ്പൂർ ഇഷ്യൂ അതിനിടയ്ക്ക് മുങ്ങിപ്പോയി. ഹമാസ് അനുകൂല നിലപാടെടുത്തത് ന്യൂനപക്ഷ പ്രീണനമാണ്. ആ ഒരു ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് ഞങ്ങളാവുന്ന ന്യൂനപക്ഷത്തിന് പ്രത്യേകിച്ച് ഗുണമില്ല എന്നുള്ളത് ക്രിസ്ത്യൻ ഭാഗത്തിലെ കുറച്ച് തീവ്ര ചിന്താഗതിക്കാർ അങ്ങോട്ട് വിചാരിക്കുന്നു. കാര്യമായിട്ടും അതിനകത്തെ മൃദു ക്രിസംഖികൾക്കിടയിൽ വലിയ രീതിയിൽ അതിന് പ്രചാരം കിട്ടുകയും അവർ സുരേഷ് ജിയിലേക്ക് ഒരു അഭയം പ്രാപിക്കുകയും ചെയ്തു. ന്യൂനപക്ഷമെന്ന് നമ്മൾ മൊത്തത്തിൽ പറയുമെന്നുണ്ടെങ്കിലും ആ ഒരു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്, മുസ്ലിം ന്യൂനപക്ഷത്തിന് കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി വഴി മോഡിജിയെ നേരിട്ട് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹമൊക്കെ ആയിരിക്കാം തൃശ്ശൂരിലുള്ള ക്രിസ്ത്യാനികൾക്ക് എന്ന് എനിക്ക് തോന്നുകയാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നയിച്ച മറ്റ് പ്രധാനപ്പെട്ട ഒരു ശക്തി എന്താണ്? അത് സ്ത്രീ ശക്തിയാണ്. ജനുവരി 3-ന് സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ചിട്ട് സംസാരിച്ച് മോഡിജി എത്തുന്ന സമയത്ത് 2 ലക്ഷത്തോളം സ്ത്രീകൾ തൃശ്ശൂർ ഒത്തുചേർന്നു എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അത്രയധികം ഒരു സ്ത്രീ ശക്തി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ കൂട്ടം വോട്ട് സുരേഷ് ഗോപിക്ക് നിഷ്പ്രയാസം നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. സ്ത്രീ ശക്തിയെക്കുറിച്ചിട്ട് പറയുന്ന സമയത്ത് തന്നെ ഒരു സഹതാപ തരംഗം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്തു. ഒരു മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായിട്ട് പെരുമാറി സുരേഷ് ഗോപി എന്ന ആ ഒരു കാര്യത്തിൽ ശരിക്കും ഇവിടെയുള്ളൊരു പൊതുജന വികാരം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. സുരേഷ് ഗോപി അപമര്യാദയായിട്ട് പെരുമാറില്ല, അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. സുരേഷ് ഗോപി പറയുന്നു അത് തൻ്റെ വാത്സല്യമാണ്. ഇത് ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. അദ്ദേഹം ഹിന്ദുത്വവാദിയാണ് എന്ന് പറഞ്ഞാലും ജനങ്ങൾ ഇതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. സുരേഷ് ഗോപി ഹിന്ദുത്വവാദിയല്ല, BJP കാരനല്ല, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം BJPയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ജനങ്ങൾക്ക് മോശമായിട്ടുള്ള ഒരു കാര്യത്തിനും സുരേഷ് ഗോപി നിൽക്കില്ല. ഇത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കേരളത്തിലെ ജനതയ്ക്കുള്ള ഒരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഈ വർഷങ്ങളിൽ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. കന്നി വോട്ടുകളെ കുറിച്ചിട്ടും സ്ത്രീ ശക്തിയെക്കുറിച്ചിട്ടുമൊക്കെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ഭാഷയിൽ ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ആ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു വിജയം എന്നുള്ളതാണ് പറയുന്നത്. നമ്മളുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേയധികം പ്രേരക ശക്തികൾ എന്തൊക്കെ പറഞ്ഞാലും തൃശ്ശൂർ BJP ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ആളുകളുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. വളരെ മോശമായിട്ട് തൃശ്ശൂർക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ല അതിനകത്തെ സംഗതി. എനിക്ക് അവരുടെ ആ ഒരു തീരുമാനത്തെ ഒരു ഘട്ടത്തിൽ റെസ്പെക്ട് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്. കാരണം അവരുടെ ചോയ്സ് എന്ന് പറയുന്നത് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരെന്തിനത് വേണ്ടെന്ന് വയ്ക്കണം. അപ്പോൾ അതിനകത്തെ രാഷ്ട്രീയം ഓക്കെ, പക്ഷെ സുരേഷ് ഗോപിയാണ്, സുരേഷ് അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത, കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? NDA സഖ്യത്തിൽ തന്നെ അമിത്ഷായുടെയും മോഡിയുടെയും ഹിന്ദുരാഷ്ട്ര സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന എത്ര ആളുകളുണ്ട്. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ
മോഡിയുടെയും അമിത്ഷായുടെയും ആ ഒരു സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അതൊക്കെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഉണ്ടാക്കും. ആ ഒരു സഖ്യം തകരാനായിട്ട് അധികം നാൾ വേണ്ട എന്നുള്ളതൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ അവിടെ ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിൻ്റെ ശക്തിയെ കുറിച്ചിട്ടും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാനൊന്നും പറ്റത്തില്ല. ഈ രണ്ട് സഖ്യങ്ങളും എപ്പോൾ വേണമെങ്കിലും തകരാൻ സാധ്യതയുള്ള സഖ്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് തകർന്ന് മറ്റതിന് വളമാകാൻ വേണ്ടി രണ്ട് കൂട്ടരും കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കാത്തിരുന്ന് പറയാമെന്നൊക്കെ അവർ പറയുന്നത്. തൃശ്ശൂരിലെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മളിൽ പല ആളുകൾക്കും പല കാര്യങ്ങൾ അറിയാം. അപ്പോൾ അങ്ങനെ അറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.